നമസ്കാരം. ഗൾഫിലെ ചില നിയമങ്ങളൊക്കെ ഭയങ്കര ശക്തമാണ്. നമ്മൾ കരുതും ഇങ്ങനെ നമ്മളിപ്പം നിയമവിരുദ്ധമായി നമ്മളിത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, കേസൊക്കെ ആയാലും ഊരിപ്പോരാം, രക്ഷപ്പെടാൻ സാധിക്കും എന്നൊക്കെ. ഓൺലൈനിൽ പഠിക്കുന്നതുകൊണ്ടും പൊതുവേ പല കമ്പനികളും ഫ്രം ഹോം ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് പൊതുവേ ട്രാഫിക് കുറവാണ്. പക്ഷേ ഈ സമയത്ത് പോലും അമിതമായ സ്പീഡിൽ പോയി കഴിയുമ്പോൾ അതൊരു ശരിക്കും പറഞ്ഞാൽ നല്ല നടപടിയല്ല. പ്രത്യേകിച്ച് ഒരു രാജ്യം ഓൾറെഡി ഡിക്ലെയർ ചെയ്തു, നിങ്ങൾ ഒരുപാട് സ്പീഡിൽ പോവുകയാണെങ്കിൽ ഇന്ന നിയമ വ്യവസ്ഥയിൽ കൂടെ കടന്നു പോകേണ്ടി വരും, നിങ്ങൾ ഇന്ന പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് ഡിക്ലെയർ ചെയ്തിട്ടും നമ്മൾ പോകുമ്പോൾ എന്ത് കാരണം കൊണ്ടാണെന്ന് പറഞ്ഞാലും ശരി, നിയമം തെറ്റിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും ആൾക്ക് ചിന്ത കണ്ടോ, ഓക്കെ കുഴപ്പമില്ല, നമുക്ക് രക്ഷപ്പെട്ട് വരാം, അല്ല ഞാൻ ഇന്ന പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയല്ലേ, അല്ല ഇന്ന പ്രൊജക്റ്റിൽ ഇരിക്കുന്ന വ്യക്തിയല്ലേ, അല്ല എന്നെ ഇന്ന ആൾക്കാർ സഹായിക്കുമെന്നൊക്കെ ഉണ്ട്. എല്ലാം പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ എത്ര വലിയ ഉന്നതത്തിൽ നിൽക്കുന്ന ആൾക്കാർക്കും സഹായിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഒരു നിയമം ഒരു രാജ്യത്തിനകത്ത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ആ രാജ്യത്തെ നിയമം നമ്മൾ അനുസരിച്ച് അവിടെ ജോലി ചെയ്യാൻ സാധിക്കണം. ഇതിപ്പോൾ ഒരു വ്യക്തി എന്നുള്ളതല്ല, ഏത് വ്യക്തിക്ക് സംഭവിക്കാം. സാധാരണഗതിയിലുള്ള വ്യക്തിയാലും ശരി, എത്ര ഉന്നതഗതിയിലുള്ള വ്യക്തിയാലും ശരി സംഭവിക്കാം. പലപ്പോഴും ആൾക്കാർക്ക് തോന്നുമ്പോൾ ഓക്കെ വലിയ കാശുണ്ടെങ്കിൽ, അല്ല നമുക്ക് പൈസ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, വാസ്ത വെച്ച് പുറത്തിറങ്ങാമെന്ന്. ഞാൻ പറഞ്ഞല്ലോ, വലിയൊരു പൊസിഷൻ ഇരിക്കുന്ന മനുഷ്യനാണ്, അതും വലിയൊരു രാജ്യത്തിന് തന്നെ വലിയൊരു പൊസിഷനിലും ഒരു പ്രോജക്റ്റിലും ഇരിക്കുന്ന ഒരു മനുഷ്യനായിട്ട് പോലും ഗവൺമെൻറ് എടുത്ത തീരുമാനം, അവരുടെ നിയമം അവർ നടപ്പാക്കി. ആര് തെറ്റ് ചെയ്ത വ്യക്തി ശിക്ഷ അനുഭവിക്കണം എന്നുള്ളതായി. അദ്ദേഹത്തിൻ്റെ ജോലി ഇതെല്ലാം പോയി ഇവിടുന്ന് രാജ്യത്ത് ഡിപ്പോർട്ടേഷനായി പോയിട്ടുണ്ട്. ഇനി ഈ GCCയിലേക്ക് മറ്റു രാജ്യത്തേക്ക് കയറാൻ പറ്റുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞേ, നമ്മുടെ ആളുകളായിട്ട് പ്രത്യേകിച്ച് ആൾക്കാർ ശ്രദ്ധിക്കണം. നിങ്ങൾ വാഹനം ഓടിക്കുന്നതായാലും ശരി, മറ്റെന്ത് കാര്യങ്ങളായാലും ശരി, ഒരു രാജ്യത്ത് ജോലി ചെയ്യുമ്പം ആ രാജ്യത്തെ നിയമം പാലിച്ച് അവിടെ ജോലി ചെയ്യാൻ സാധിക്കണം. താങ്ക് യു.